ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ബൈക്ക് പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മഴയൊക്കെ പെയ്തു. എൻ്റെ സീറ്റിൽ വെള്ളമൊക്കെ ഉണ്ടാ. അങ്ങനെ മഴ പെയ്തപ്പോൾ നമ്മൾ മഴയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിന്നിട്ട് ഇനി നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. ആക്ച്വലി നാളത്തേക്കുള്ളതാണ്. എന്ന് വെച്ചാൽ നാളെ ചെയ്യാമെന്ന് ചോദിച്ചാൽ നടക്കില്ല. കാരണം നമ്മൾ നാളെ രാവിലെയാണ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതുവരെ ഉള്ള ഇതിൽ ഒരു 6 മണി 7 മണി ടൈമിലാണ് ഇറങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഇറങ്ങുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് അകത്ത് പോയി ബാക്കി പാക്കിങ് സംഭവം നടക്കാം. ലൈറ്റ് അടിച്ച് നമുക്ക് ആളെ കൊണ്ടുള്ള പാക്കിങ് പരിപാടികൾ നടത്താം. ഡോർ ക്ലോസ്ഡ്. വേറെ ഒന്നുമില്ല, നമ്മൾ ആകെ ഒരു 2 ദിവസത്തേക്കുള്ള പരിപാടിക്കാണ് പോകുക. അതുകൊണ്ട് പരിപാടി എന്ന് പറയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ മാത്രം എടുക്കുന്നു. ക്യാമറ കുറച്ച് പൊങ്ങിയിരുന്നോട്ടെ, കാരണം ഞാൻ അത്രയ്ക്കും അടുത്താണ് നിൽക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇത്തവണ കൊണ്ടുപോകാൻ പോകുന്നത് നമ്മളെ കുഞ്ഞു ബാഗിൻ്റെ അത് ഈ കുഞ്ഞു ബാഗ്. അതുകൊണ്ട് ഈ ഒരു റോയിൽ ഇവിടെ ഒരു കുഞ്ഞു റോയേ ഉള്ളൂ. കുഞ്ഞു ബാഗിനകത്ത് എന്തോ കിടക്കുന്നു. ഓ മൈ ഗോഡ്, എൻ്റെ കളഞ്ഞ കയറ്റുന്നത്. പേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇങ്ങനത്തെ ഒരു പേഴ്സ്? കാരണം വെച്ചാൽ ഈ പേഴ്സ് ഞാൻ സംതിങ് എനിക്ക് 2 വയസ്സുള്ളപ്പം ഈ പേഴ്സ് എനിക്ക് വഴി കിടന്ന് കളഞ്ഞെത്തിക്കണം. ഇപ്പം എനിക്ക് 21 വയസ്സാകാൻ പോകണം. ഏകദേശം 10 വർഷം അടുപ്പിച്ചാൽ പറയും ഈ പേഴ്സ് ഞാൻ കളഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ അതിന് മുമ്പ് വാങ്ങിച്ചത്, അതിന് ശേഷവും ഞാൻ കുറേ പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാം കൊണ്ട് കളഞ്ഞു. പക്ഷേ ഈ ഒരു പേഴ്സ് എനിക്ക് കളഞ്ഞിട്ട പേഴ്സാണ്. ആരുടെ ആണെന്ന് പോലും പറയണോ. ഇത് ഒത്തടി ഞാൻ എൻ്റെ 2ാം ക്ലാസ് വെക്കേഷനിൽ എനിക്ക് ഇത് കളഞ്ഞിട്ടതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഈ സാധനം കളഞ്ഞിട്ടില്ല. എന്താ വെച്ചാൽ അതിന് ശേഷം പൈസ കൊടുത്ത് വാങ്ങിച്ച പേഴ്സ് എല്ലാം കളഞ്ഞിട്ടുണ്ട്. ഫ്രീ ആയിട്ട് എൻ്റെ പേഴ്സ് ഇതുവരെ കളഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ കുഞ്ഞു ബാഗിൻ്റെ അകത്ത് കുറച്ച് സാധനം കേട്ടിട്ടുണ്ട്. പറഞ്ഞില്ല, ഫസ്റ്റ് നമ്മൾ ടവൽ നമ്മൾ ഒരു മടക്കം കൂടെ നടക്കായിരുന്നു. നടക്കി ഇങ്ങനെ ചുറ്റി ബാഗിൻ്റെ അത് കയറണം. നമുക്ക് 2 ദിവസത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഒരു ജോഡി ഡ്രസ്സ് എടുത്താൽ, മീൻസ് ഒരു ജോഡി അവിടെ ചെന്നിട്ടിടാൻ വേണ്ടിയിട്ടും ഒന്ന് ചുമ്മാ ഇട്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടും. അതുകൊണ്ട് ഞാൻ പുതിയ ഡ്രസ്സ് എടുക്കാം. ആക്ച്വലി ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കുന്ന ഒരാളല്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ഇത്തവണ എന്തോ കാര്യത്തിന് ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കുന്നു. കാരണം പുതിയ ഡ്രസ്സായതുകൊണ്ട്. ഇല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പം നമ്മുടെ പോരാളി നമ്മളെ അറിയും. ചുരുങ്ങിയ ഡ്രസ്സാണോ അവിടെ ഇട്ടുകൊണ്ട് വരുന്നതെന്നൊക്കെ ചോദിച്ചു. സോ ഇത് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് മനസ്സിലാ പുതിയ വെള്ള ഡ്രസ്സ്. ഇത് നമ്മളാകെ ഒറ്റത്തവണ എടുത്തിട്ടുള്ളൂ. അത് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അത് ഇതിൻ്റെ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും ഈ വീഡിയോ. അല്ല, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണല്ലോ ഈ വീഡിയോ. ഞാൻ മണ്ടനാണ്. പക്ഷേ എനിക്ക് ഷർട്ട് മടക്കണേയും പരിപാടിയൊന്നും നേരെ ചൊവ്വേന്ന് അറിഞ്ഞൂടാ. എനിക്ക് തോന്നിയതാണ് ഞാൻ മടക്കണത്. ദാറ്റ്സ് വൈ അവിടെ ഇരിക്കട്ടെ. കൈ അങ്ങോട്ട് ചുറ്റി വയ്ക്കണം. അപ്പോൾ കുറച്ച് സ്പേസേ നമുക്ക് ആവശ്യം വരത്തുള്ളൂ. ഇനി നമ്മളൊരു പാൻറ്റും കൂടെ വേണം. ഇത് നമ്മളെ പുതിയ പാൻറ്റ്. ഇത് നമ്മൾ ഇട്ടിട്ടുണ്ടോ? ഇല്ല, ഇട്ടിട്ടില്ല. ഇത് വേറെ അടുത്തും അങ്ങനെ ഇട്ടുകൊണ്ട് പോയില്ല. അതുകൊണ്ട് പുതിയ പാൻറ്റ് ഒരു തവണ ഇട്ട് നോക്കിയതേ ഉള്ളൂ. ഓ മൈ ഗോഡ്, ഈ ടവൽ കുറച്ചും കൂടെ വലുതായിട്ട്. ഇങ്ങനെ മടക്കുന്നു.
ഷർട്ട് ഈ സൈഡിൽ വയ്ക്കുന്നു, പാൻറ്റ് നീളത്തിൽ ചുരുട്ടുന്നു, ഈ ഒരു സൈഡിലേക്ക് വയ്ക്കുന്നു. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണമെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ സാധനവും ഈ ഒരു ബാൻഡിനകത്ത് വേണം കയറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് കൊണ്ടുപോയി ഇടാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്സ് ആണ്, അവിടെ ഇട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഷോർട്സ്. നമുക്ക് ഇങ്ങനെ ആക്കാം. അത് നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്ന ടീഷർട്ടായിരിക്കും അവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അത് വലിയൊരു കാര്യമല്ല. പിന്നെ നമ്മൾ വെള്ള ഷർട്ട് ഇതിൽ വെച്ച് ഇങ്ങനെ അടക്കണം, അല്ലെങ്കിൽ സിബ് ചീത്തായി പോകും. ഓക്കെ, മേളത്തെ പരിപാടി കഴിഞ്ഞ് ഇനി ഫ്രണ്ടിൽ തറയ്ക്കകത്ത് മെയിനായിട്ട് എടുക്കുന്ന ബ്രഷ് ലേക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതെൻ്റെ ഹെയർ ജെല്ലാണ്. ഞാൻ ഇത് എങ്ങനെ വലുതായിട്ട് ഉപയോഗിക്കില്ല. അടുത്തത് ലിപ് ബാം. ഇത് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ച ലിപ് ബാം. ഇത് വാങ്ങിച്ചതല്ല, ഇത് എൻ്റെ ഇരിക്കുന്ന പല സാധനവും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാണ്. ഒന്നുമില്ല, ചുമ്മാ ഒരു വനിലയുടെ ടേസ്റ്റാണ് ഈ സാധനത്തിന്. അത് ഞാൻ എന്തിനു വാങ്ങിച്ചതെന്നില്ല പറഞ്ഞൂടാ, ചുമ്മാ സീരിയസ്ലി ഇത് ഞാൻ വാങ്ങിച്ചതല്ല, ഇത് ആരും എനിക്ക് വാങ്ങിച്ച് തന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സ്റ്റുഡിയോ എന്ന് വെച്ചാൽ പെർഫ്യൂം. ഇത് ഞാൻ വാങ്ങിച്ചത് 99 രൂപയുള്ളൂ, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചത്. ഒരു സൈഡിൽ കയറ്റി. ഇത് ഞാൻ ഈ ഇടയ്ക്ക് പോയപ്പോൾ കണ്ടിരുന്നു, ചുമ്മാ വാങ്ങിച്ചു. സ്നീക്കർ വൈസ്, അത് നമ്മൾ ചെരുപ്പൊക്കെ അഴുകാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട്. അതിന് പകരം ഇത് എൻ്റെ ഹെയർ സെറമാണ്. ഞാൻ ഈ ഇടയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ റിസൾട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ ആസ് യൂഷ്വൽ നമ്മളെ ചീപ്പ്. പിന്നെ ഉള്ളത് ഒരു നമ്മുടെ പേഴ്സല്ലേ വേണ്ട, പാൻറ്റിൻ്റെ അകത്ത് വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചാർജർ. എൻ്റെ ഇരിക്കുന്ന എല്ലാ സാധനവും യൂണിവേഴ്സൽ ചാർജറുണ്ട്. ഇത് ഒറ്റ ചാർജറുണ്ട്. എൻ്റെ ഹെഡ്സെറ്റ്, മൈക്ക്, എൻ്റെ ട്രൈപോഡിൻ്റെ സ്റ്റാൻഡ്, ഫോണിന് എല്ലാത്തിനും ചേർത്ത് ഒരൊറ്റ ചാർജർ. നമ്മൾ ചാർജർ എന്താ വയ്ക്കുന്നു, വെള്ളം എപ്പോഴും ഇങ്ങനെ എടുത്തിട്ട് 2 ചുറ്റ് ചുറ്റി എന്താ ഇങ്ങനെ തീ വയ്ക്കുന്നു. അത്രേ ഉള്ളൂ. സോസ് ഉണ്ട്. ഇതാണ് കൊണ്ടുപോകേണ്ട ബാഗ് സെറ്റ്. ഒരു കുഞ്ഞു അതിൻ്റെ അകത്ത് 2 ദിവസത്തേക്കുള്ള സാധനമായി. ഇനി മൈക്കിൻ്റെ പെട്ടിയും സ്റ്റാൻഡൊക്കെ വേറെ കുഞ്ഞു ബാഗുണ്ട്. അതിൻ്റെ അകത്ത് ഒരു സൈഡ് ബാഗ് അതിൻ്റെ അകത്ത് വയ്ക്കും. ഈ വീഡിയോ വലുതായിട്ടൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. അപ്പം ഓക്കെ, ബൈ, ടാറ്റ. ഇനി നാളത്തെ വീഡിയോ എടുക്കാൻ പറ്റില്ലെന്ന് അറിയാം. ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ബൈക്കിൽ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. സോ ടാറ്റ, ബൈ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വരുന്ന മുറയ്ക്ക് നല്ല കിടിലം വീഡിയോസ് ഇറക്കാൻ നോക്കാം. ഓക്കെ, ബൈ.